ഇപ്പൊ നമുക്ക് ഇതിന്റെ ബേസിക് സാധനത്തിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇസ്ലാമിക് ഫിനാൻസിലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്പേർട്ടും കൂടിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഇസ്ലാമിക് ഫിനാൻസ്? ആളുകൾ ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഈ ഫിനാൻസിന്റെ കൂടെ ഇസ്ലാമിക് കയറുമ്പോൾ എന്തൊക്കെയാണ് വരിക, അല്ലെങ്കിൽ ഫിനാൻസിൽ എന്താ ഉള്ളത്? ബേസിക്കലി നിങ്ങളിപ്പോ ഒന്നും അറിയാത്ത എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞുതരാം? ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സാധാരണ നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന കുറച്ച് ഡിസിപ്ലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന, നമ്മുടെ ഒരു ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് സഹായിക്കുന്ന, ഒരു ബെറ്റർ മണി മാനേജ്മെൻറ്റ് നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണെന്നേ ഉള്ളൂ ഇതിൽ. അതിൽ നമ്മൾ ഇസ്ലാമിക് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിൻ്റെതായ ഒരു ഫിലോസഫി ശരിക്കും ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കയറി വരുന്നു എന്ന് നമ്മൾ അർത്ഥാക്കേണ്ടുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ബേസിക് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും ഇസ്ലാമിന് പണത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അത് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ പണം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യനും പണവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ക്ലിയർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇസ്ലാം പറയുന്ന അനുസരിച്ച് ശരിക്ക് പണം എന്നുള്ളൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ്. ശരിക്ക് പണത്തിൻ്റെ ഒരു ഓണർഷിപ്പ് പോകുന്ന ആരിലേക്കാണ്? ശരിക്കും അള്ളാഹുവിലേക്കാണ്, പടച്ചോനിലേക്കാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു കൈകാര്യകർത്താക്കൾ മാത്രമാണ്. അപ്പോൾ അത് വളരെ വലിയൊരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൊണ്ട് നമ്മൾ മൊത്തം നമ്മുടെ ട്രാൻസാക്ഷൻസിനെ നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇസ്ലാമിക് ഫിനാൻസിൽ ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ അതിൻ്റെ ഫിലോസഫി ശരിക്ക് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു ആണ് പണത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദീൻ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതൊരുപാട് കാര്യങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല ബേസിക്കലി എന്ന് പറയുന്നത്. ശരിക്ക് ഇസ്ലാമിക് ഫിനാൻസ് ആണെങ്കിലും ഇസ്ലാമിൻ്റെ ഫിഖുഹൊക്കെ സംസാരിക്കുന്നത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഫിഖിനെ പറ്റി പറയുമ്പോൾ ഫിഖുൽ മുആമലാത്ത് എന്നും പറയും. അതേപോലെ തന്നെ ഫിഖിൻ്റെ നമ്മുടെ ഫിഖുൽ ഇബാദത്തും ഉണ്ട്. നമ്മൾ വേറെയും ഒരുപാട് കാറ്റഗറീസ് ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഈ രണ്ട് കാറ്റഗറി പരിശോധിക്കുമ്പോൾ ഫിഖുൽ മുആമലാത്തിൽ ശരിക്ക് ചെയ്യാൻ സാധ്യതയുള്ള, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുടെ ആ ഒരു വിശാലമായ ആകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണെന്ത് ഫിഖുൽ മുആമല. ഇന്റർപ്രിട്ടേഷൻസ് ഒരുപാട് സാധ്യത ഉള്ളതാണ്. നിങ്ങൾ ഏത് സംഗതിയുടെ എണ്ണ നോക്കിയാലും ആകെ ഒരു 4-5 കാര്യങ്ങൾ എന്തുള്ളൂ, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുള്ളൂ. ഈ റേഷ്യോ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ചും, എന്നാൽ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് എല്ലാം ഇബാഹയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന പോലെ ശരിക്ക് അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹ എന്ന് പറയാറുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, അത് പെർമിഷനാണ്. ശരിക്ക് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഒരാൾ നമുക്ക് അങ്ങനെ സാധാരണഗതിയിൽ ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ശരിയ കംപ്ലൈൻറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പോവുകയാണോ, അല്ലെങ്കിൽ കുറേ എന്തൊക്കെയോ ലോക്ക് വരാൻ വേണ്ടി പോവുകയാണോ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയല്ല ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നു എന്നതാണ് ഇത് സംഭവിക്കുന്നത്. അത് ഒരു കേവലമായ ശരിയയുടെ എന്താ പറയുക, ഒരു ശരിയ പോയിന്റ്സ് നിലയിലപ്പുറത്ത് അത് മൊത്തം നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മളുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക്, അത് നൽകുന്ന സസ്റ്റൈനബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്ക് ആ കോൺസെപ്റ്റുകൾ അതിനെ കൂടി സഹായിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിനെ രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് എന്തൊക്കെയാണ്? ബേസിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടൊരു 4-5 കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മൾ ഏത് ട്രാൻസാക്ഷൻസിലേക്ക് പോകുമ്പോഴും ശരിക്കും ആ കാര്യങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് പലിശ പാടില്ല, നമ്മുടെ ട്രാൻസാക്ഷൻസിൽ പലിശ പാടില്ല. അപ്പോൾ ശരിക്ക് പലിശയുടെ നമുക്ക് നോർമലി ഒരാളുകൾക്ക് മനസ്സിലാവുന്നതിൻ്റെ അപ്പുറത്താണ് ശരിക്കും ഇതൊരു വേൾഡ് സിസ്റ്റം തന്നെ. ശരിക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റമാണ് ശരിക്ക്. എല്ലാം അതിലിങ്ങനെ മുങ്ങിക്കിടക്കുന്നതായതുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നില്ല. റിയലി നമ്മൾ അതിൻ്റെ ട്രബിളിലേക്ക് പോകുമ്പോഴാണ് എത്രമാത്രം അതൊരു വിഷ്യസ് സർക്കിളാണ്, നമ്മളെ തകർക്കുന്ന ഒരു സാധനമാണ് നമുക്ക് മനസ്സിലാവുക.
അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അതിനിപ്പോൾ എന്താ പ്രശ്നം, അവർ ക്യാഷ് തരുന്നു, നമ്മൾ ആ ക്യാഷ് എന്ത് ചെയ്യുന്നു, നമ്മളതിന് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അപ്പോൾ അതിന് നമ്മൾ അധികമായി കൊടുത്താൽ എന്താ പ്രശ്നം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഈ എപ്പിസോഡ് ഇരിക്കുന്നതിന് മുമ്പ് എനിക്കറിയില്ലല്ലോ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് പോകാൻ കഴിയാന്ന്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ പാസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരാളിങ്ങനെ ചോദിച്ചതാണ്, അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒരു മോഡേൺ വേൾഡിൽ ഇൻട്രസ്റ്റ് ഒരു ഇഷ്യൂ അല്ല, ഇസ്ലാമികമായിട്ട് പലിശ ഹറാമല്ല. കാരണം എന്താ വെച്ചാല് നമ്മളെ ഈ കാലത്ത് ഇൻഫ്ലേഷൻ അത്രയും കൂടുതലാണ്. അപ്പൊ നമുക്ക് ആ ഇൻഫ്ലേഷനെ വെട്ടിക്കാൻ ഇൻട്രസ്റ്റ് വേണം, അതുകൊണ്ട് അത് ഹറാമല്ല എന്ന് അങ്ങനെ വരെ തെറ്റിദ്ധാരണകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഒരാൾ സീരിയസ് ആയിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് ഇൻഫ്ലേഷനെ വെട്ടിക്കാൻ ആ സെൻസിൽ നമുക്ക് ഈ ഇൻട്രസ്റ്റിനെ അങ്ങനെ യൂസ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ് അവർക്കുള്ളത്? അതില് ശരിക്ക് അതേ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പക്ഷേ ഇതിങ്ങനെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് തോന്നും ഇതൊക്കെ ശരിയാണെന്ന് തോന്നും പലപ്പോഴും. പക്ഷെ അതുകൊണ്ടാണ് പടച്ചോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇതെന്താ പറയുക, ഇത് ഹറാമാണ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയും പറഞ്ഞു പടച്ചോനെ, അവർ പറയും ഇപ്പം നിങ്ങൾ പറയുന്ന കച്ചവടത്തൊക്കെ ഒരേപോലെ തന്നെയല്ലേ, കച്ചവടത്തിലും എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നു, നിങ്ങളെ ലാഭം എടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇത് രണ്ടും ഇപ്പോൾ എവിടെ വ്യത്യാസപ്പെടുന്നത് എന്ന് വളരെ വളരെ എന്താ പറയുക, ഒരുപാട് വലിയ ഗൗരവത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് എക്കാലത്തും വരാറുണ്ട്. പലപ്പോഴും പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ ആ ഒരു വാദത്തെ പലപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട്. പക്ഷെ അള്ളാഹു അതേ കാര്യത്തെ പറ്റിയിട്ട് അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യഖൂലൂന ഇന്നമൽ ബൈഉ മിസ്ലു റിബ, ഈ കച്ചവടം എന്ന് പറയുന്നത് അല്ല പലിശ എന്ന് പറയുന്നത് കച്ചവടം പോലെയാണ്, ഇത് രണ്ടും ഒന്നാണ് എന്ന് വിഡ്ഢികളായ ഒരു കൂട്ടം പറയുന്നു എന്നാണ് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ ആ പറയുന്ന കാര്യം വലിയൊരു എന്താ പറയുക എക്കണോമിക് തിയറി ഒന്നുമല്ല, അത് വലിയ പൊട്ടത്തരമാണ് എന്ന് അള്ളാഹു എന്ത് ചെയ്യണം, സ്ഥാപിക്കണം. കാരണം എന്നിട്ട് അതിന് റീസൺ പറഞ്ഞില്ല കാര്യമായിട്ട്. എന്നിട്ട് പറഞ്ഞു അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു എന്ത് ചെയ്തു, കച്ചവടത്തെ ഹലാലാക്കി പലിശയെ എന്ത് ചെയ്തു, ഹറാമാക്കി. അപ്പോൾ അതിൻ്റെ കാരണം പറയാത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എപ്പോഴും ഇവോൾവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പലപ്പോഴും ലോകത്തുണ്ടാവും, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവാം. അപ്പോൾ അതിന് ഓരോ കാലത്തും വ്യത്യസ്തങ്ങളെ കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാരണത്തിലേക്ക് ഒതുക്കേണ്ടത് പോലുമല്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം ശരിക്ക് പലിശയിലൂടെയാണ് പോകുന്നത് എങ്കിൽ ആ എക്കോണമി അധികകാലം മുമ്പോട്ട് പോവില്ല എന്ന്, അത് വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും ഒക്കെ അത് തകരുമെന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെങ്ങനെ പെട്ടെന്ന് തകരപ്പോ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ മൊത്തം വ്യക്തികളെ തന്നെ ഒരു സാധാരണഗതിയിൽ നിങ്ങൾ ഒരു ഹദീസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു രക്തപ്പുഴയോട് എന്ത് ചെയ്യുന്നുണ്ട്, പലിശ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ പലിശ ഇടപാടിലേക്ക് പോകുന്ന ആളുകൾ ഉപമിക്കുന്നുണ്ട്. പലിശ ഇടപാട് നടത്തുന്ന ഒരാൾ അദ്ദേഹത്തെ റസൂലിൻ്റെ മിഅറാജ് യാത്രയിലെ ഇസ്രാ മിഅറാജ് യാത്രയിലെ ഒരനുഭവമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു രക്തപ്പുഴയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരൊക്കെയോ അദ്ദേഹത്തെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് കഴിയുന്നില്ല. അത് പലിശയുമായിട്ട് ഇടപെടുന്ന ആളുകളെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വളരെ സിംബോളിക്കായിട്ട് എന്ത് ചെയ്യണം, പടച്ചോനോ ഒരു കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ വൺസ് അതിൻ്റെ പിന്നിൽ കടന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കടം വാങ്ങിച്ചു, ആ കടം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ എന്താവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണെങ്കിലും നിങ്ങൾ ആ എടുത്ത ക്യാഷിന് അധികം അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണത് പലിശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ അടുത്ത പൈസ കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവട്ടെ ലോസ് ആവട്ടെ ഒന്നാവട്ടെ അതൊന്നും അവിടെ വിഷയമല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഈ ഒരു EMI ഫോർ എക്സാമ്പിൾ
അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കുക എന്താണ്, ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അത് കോമ്പൗണ്ട് ചെയ്യപ്പെടും. കോമ്പൗണ്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടയ്ക്കാത്ത എമൗണ്ട് കൂടി നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ പുഴയിൽ നിൽക്കുന്ന ആളെ വരികയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കഴിച്ചില്ലായും വിചാരിക്കും. നിങ്ങൾ ഒരുപാട് കടത്തിൽ കുടുങ്ങിയ ഒരുപാട് പേര്, ഒരു 10 പേരെ നോക്കിയാൽ മതി, ഒരു 10 പേരെ സംസാരിച്ചാൽ മതി. അവരൊക്കെ പറയാൻ കുറേ കാലമായി, ഞാൻ ഒരു എമൗണ്ട് എടുത്തിട്ട് കുറച്ച് കാലമായി, ഞാൻ കുറേ ക്യാഷ് അടച്ചു, പക്ഷേ ഇനിയും അത് മുതലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് അത് വല്ലാത്തൊരു വിഷ്യസ് സർക്കിളാണ്. നമ്മളങ്ങനെ എന്താ പറയുക, അങ്ങനെ വരിഞ്ഞു മുറുക്കും, നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു ഒന്നാണ് എന്ന് റസൂലിനെ വളരെ എന്താ പറയുക സിംബോളിക്കായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ ഇത് കോമ്പൗണ്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുക, അപ്പോൾ നിങ്ങൾ ആദ്യം 1 ലക്ഷം എടുത്തതെങ്കിൽ നിങ്ങൾ 10,000-ൻ്റെ ഒരു എന്താ പറയുക ഒരു പേയ്മെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ ആ 10,000 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടണം. പിന്നെ അതിൻ്റെ പുറത്താണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പലിശ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് പലിശ എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ലോകത്തെ എല്ലാ സംവിധാനങ്ങളിലും പല സ്വഭാവത്തിലായിട്ട് അതുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിന് ചിലപ്പോൾ അത് പൗഡറൊക്കെ ഇട്ട് അങ്ങനെ എന്താ പറയുക കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടാണ് വരിക. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു പലപ്പോഴും അതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ ഇതേ പറയുന്ന സ്വഭാവത്തിൽ മറ്റേ പലിശ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തന്നെയാണ് കാര്യങ്ങൾ പലപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണ് മറ്റേ വളരെ കൃത്യമായിട്ട് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷനിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള കുറ്റം എന്ത് ചെയ്യുന്നുണ്ട്, പലിശയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തിനപ്പോൾ അങ്ങനെ അതോ പറഞ്ഞത്, അല്ല റസൂൽ അങ്ങനെ പറയണത്. അപ്പോൾ നിങ്ങളുടെ മാതാവിനെ വ്യഭിചരിക്കുന്ന പോലെയാണ് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ കേൾക്കുന്ന ഒരു എന്തല്ല ഒരു പറയുന്ന രീതിയല്ല ശരിക്കും, കുറച്ചും കൂടി എക്സ്ട്രീമാണ് ശരിക്കും. അപ്പോൾ അത് പലിശയുടെ ഏറ്റവും ചെറിയ അംശം ഭുജിക്കുന്ന, അല്ലെങ്കിൽ ഭുജിക്കാന്ന് മാത്രമല്ല ഒരു ദിർഹം എന്താണോ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വളരെ ലാഘവത്തോട് കൂടിയിട്ട് പലിശ ഇടപാടുകളിലേക്ക് കടക്കുന്ന ആരെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം, കുറച്ചുകൂടി സേഫായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക അതാവും പറയാൻ നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പക്ഷേ നമ്മൾ ഇവിടെ പറയുമ്പോൾ പല സാഹചര്യങ്ങളുണ്ട്, നമ്മൾ വേറെ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വളരെ ന്യൂട്രലായിട്ട് ആളുകൾ പലിശയുമായിട്ട് അപ്രോച്ച് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് അള്ളാഹു പറയണത് എന്താ പറയുക, അവർ ഇത്തരം ഒരു മ്ലേച്ഛ വൃത്തിയിലേക്ക് പോകുന്ന ആളുകളെ പോലെയാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ അതുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുന്ന ആളുകൾ ഈ പാപം ചെയ്യുന്ന ആളുകളെ പോലെയാണെന്ന് പറയണം. അപ്പോൾ മറുഭാഗത്ത് ഖുർആൻ അതിനേക്കാളും വലിയ സ്വഭാവത്തിൽ പറഞ്ഞു. അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതത്രയും ഞാൻ പലപ്പോഴും ആലോചിക്കും എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു മറ്റേ എന്താ പറയുക സോഷ്യൽ സയൻസിൽ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. അല്ലാണ്ടൊന്നും ഇങ്ങനെ പറയില്ല പഠിച്ചോന്ന് ഇത്രയും പറയില്ല. അപ്പോൾ അതേ പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ തോന്നുമ്പോൾ ഇതിലിപ്പോൾ എന്താ അത്ര പ്രശ്നമുള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നതുകൊണ്ടുകൂടിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണത്.